ഒരിക്കലും നമ്മൾ പാപത്തിൽ ജീവിച്ച് മുന്നോട്ട് പോയി മരിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, മറിച്ച് ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ലോർഡ്. എക്സൽ മീഡിയ ഇന്നത്തെ ചിന്തയിലേക്ക് എല്ലാ പ്രിയമുള്ളവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്താവിഷയം റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ തിരുവചനം. അത് ഇങ്ങനെ വായിക്കുന്നു: ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. പ്രൈസ് ലോർഡ്. ഏക മനുഷ്യൻ എന്ന് പറയുന്നത്, ഇവിടെ ആദ്യം പറയുന്നത് അനുസരണക്കേട് എന്ന് പറയുന്ന ആ ഏക മനുഷ്യൻ ആദാമിനെയാണ്. നമുക്കറിയാം, ഈ ലോകത്തിൽ ദൈവം മനുഷ്യനെ തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു. ആ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി, പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടു. ദൈവത്തിൻ്റെ ഹിതപ്രകാരമല്ലാത്ത ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് അനുസരണക്കേട് കാണിച്ചതിൻ്റെ നിമിത്തം പിന്നീട് വന്ന ആ ഏക മനുഷ്യൻ്റെ തലമുറ അല്ലെങ്കിൽ പിന്നീട് വന്ന എല്ലാ ജനറേഷനിലും ആ പാപം കുടികൊണ്ടിരുന്നു. അപ്പോൾ ഏക മനുഷ്യൻ എന്ന് പറയുന്ന, ഏക മനുഷ്യൻ്റെ അനുസരണക്കേട് എന്ന് പറയുന്ന ആദാമിൽ നിന്ന് തുടങ്ങിയ ആ പാപം കടന്നു വന്ന പിന്നീട് വന്ന എല്ലാ തലമുറയിലേക്കും അത് വ്യാപിച്ചു. എന്നാൽ ഏകന്റെ അനുസരണ നിമിത്തം എല്ലാ മനുഷ്യനും അതിൽ നിന്നും അല്ലെങ്കിൽ ആ പാപത്തിൽ നിന്ന് പുറത്തു വരുവാനായിട്ട് നീതിമാന്മാരായി തീരുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ വ്യക്തി എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ആണ്. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് ഈ ഭൂമിയിലേക്ക് തൻ്റെ ദൈവത്വം മാറ്റിവെച്ചു. ഒരു മനുഷ്യ സാദൃശ്യത്തിലായി ഒരു മനുഷ്യൻ്റെ വേഷത്തിൽ ഇറങ്ങി ഈ ഭൂമിയിലേക്ക് വന്ന് ഏക മനുഷ്യൻ്റെ, അതായത് ആദിയിൽ ഉണ്ടായിരുന്ന ആ പാപത്തിൽ നിന്നും മനുഷ്യനെ തിരികെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് മനുഷ്യ അവതാരം എടുത്തു വന്നു. അപ്പോൾ ആ മനുഷ്യ അവതാരത്തിൽ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നതിൻ്റെ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: ഈ ഏകന്റെ അനുസരണക്കേട് നിമിത്തം നഷ്ടപ്പെട്ടു പോയ മനുഷ്യരാശിയെ മുഴുവനും ദൈവത്തിങ്കിലേക്ക് മടക്കി കൊണ്ടുവരിക എന്ന ഒറ്റ ഉദ്ദേശം മാത്രമേ കർത്താവായ യേശു ക്രിസ്തുവിന് ഈ ഭൂമിയിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ തൻ്റെ 33.5 വർഷം താൻ ഇവിടെ ജീവിച്ചിരുന്നെങ്കിലും അവസാനത്തെ 3.5 വർഷം മാത്രമാണ് തൻ്റെ ശുശ്രൂഷകൾ ഇവിടെ ചെയ്തത്. അതുവരെ 33 വർഷം ഈ 3 വർഷം അവസാനത്തെ 3.5 വർഷത്തിന് മുമ്പ് വരെ മാതാപിതാക്കൾക്ക് കീഴടങ്ങി താൻ ജീവിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. എന്നാൽ അവസാനത്തെ 3.5 വർഷം യേശു കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുകയും അവിടെ താൻ ദൈവം ആണെന്ന് വ്യക്തമായി തെളിയിക്കുകയും ചെയ്തു. അതിനുശേഷം താൻ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത് എന്ന ഉദ്ദേശം അറിയിക്കുകയും അതിനുശേഷം തൻ്റെ ക്രൂശ് മരണത്തിലേക്ക് താൻ സ്വയമായി ഏൽപ്പിക്കപ്പെടുകയും ചെയ്തു. അതാണ് ഏക മനുഷ്യൻ്റെ അനുസരണം എന്ന് ഇവിടെ പറയുന്നത്. പിതാവായ ദൈവത്തിൻ്റെ ശബ്ദത്തിന് കാതോർത്തുകൊണ്ട് ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ്റെ രൂപമെടുത്ത് ഭൂമിയിൽ ദൈവമായിരിക്കെ ദൈവത്തുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ആ ദൈവത്വം അവിടെ വെച്ചിട്ട് മനുഷ്യനെ നേടാൻ വേണ്ടി മനുഷ്യൻ്റെ രൂപത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ആ മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന യേശു ക്രിസ്തുവിന്റെ അനുസരണം നിമിത്തം ഈ ലോകത്തിലുള്ള സകല മാനവജാതിയുടെയും, അത് ഹൈന്ദവനോ മുസൽമാനോ ക്രിസ്ത്യാനിയോ, എല്ലാ മനുഷ്യന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി കർത്താവായ യേശു ക്രിസ്തു എല്ലാ മനുഷ്യന്റെയും പാപത്തെ വഹിച്ചുകൊണ്ട് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നപ്പോൾ ആ അനുസരണം നിമിത്തം ഈ ലോകം മുഴുവനും അതിൽ വിശ്വസിക്കുന്ന സകല മനുഷ്യർക്കും രക്ഷ പ്രാപിപ്പാൻ ഇടയായി തീർന്നു എന്ന് നമ്മൾ തിരുവചനത്തിൽ വ്യക്തമായി വായിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് എനിക്ക് പറയുവാനുള്ളത്, മനുഷ്യൻ പാപിയാണ്, എന്നാൽ പാപത്തിൽ നിന്ന് മനുഷ്യനെ പുറത്തേക്ക് കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ ദൈവത്തിങ്കിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ ഏക മാർഗം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ആണെന്ന് വളരെ വ്യക്തമായിട്ട് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരിക്കലും നമ്മൾ പാപത്തിൽ ജീവിച്ച് മുന്നോട്ട് പോയി മരിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, മറിച്ച് പാപ സ്വഭാവത്തെ മാറ്റിക്കളഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മളിൽ ഉണ്ടായ ആ ഇരിക്കുന്ന അനീതി എന്ന ആ ഇരുട്ടിൻ്റെ ശക്തിയെ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് കർത്താവായ യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, വീണ്ടും എന്നെ ചേർക്കുവാൻ ഈ ഭൂമിയിൽ വരും എന്നുള്ള ആ ഉറപ്പ് നമ്മുടെ ഹൃദയത്തിനകത്ത്
തീരുമാനം നമ്മുടെ ഹൃദയത്തിനകത്ത് എടുത്തുകൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ച് ആ രക്ഷ സ്വീകരിക്കുന്നവർക്ക് നിത്യശിക്ഷാവിധിയിൽ നിന്നും വിടുതൽ പ്രാപിച്ച് നിത്യരക്ഷയിലേക്ക് പോകുവാൻ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് സാധ്യമാക്കി തന്നു. അതുകൊണ്ടാണ് റോമാലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഒരു കാലത്ത് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നവരായിരുന്നു, ആ ദൈവവുമായിട്ട് നമുക്ക് സമാധാനമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഇപ്പോൾ ഒരു ശിക്ഷാവിധിയുമില്ല. കാരണം യേശുക്രിസ്തുവിൽ കൂടെ, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് നിമിത്തം പിതാവായ ദൈവം നമ്മളെ നീതീകരിച്ചു. ആ നീതീകരണത്തിന്റെ ഫലമായി ഇന്ന് നമ്മൾ ദൈവത്തിന്റെ മക്കളായി എന്ന അഭിമാനത്തോടെ ഇരിക്കുവാൻ കഴിയുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം പാപത്തിൽ എന്നെ കേൾക്കുന്നവർ പാപത്തിൽ ഇരിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചില്ല എങ്കിൽ ഒട്ടും ഭയപ്പെടാൻ, ഒട്ടും മടിക്കേണ്ട ആവശ്യമില്ല. ഒന്നും തന്നെ നിങ്ങൾ ദൈവത്തിന് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഹൃദയം ദൈവത്തിങ്കിലേക്ക് തുറന്നു കൊടുത്താൽ മാത്രം മതി. ആമേൻ. ആ കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ ഇറങ്ങി വരുവാനും ആ ദൈവത്തിങ്കിലേക്കുള്ള പ്രവേശനം നിങ്ങൾക്ക് ലഭിക്കുവാനും ഇടയായിത്തീരും. അതിനായിട്ട് എല്ലാ പ്രിയമുള്ളവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുകയും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ഗോഡ് ബ്ലെസ് യു.